ആദിവാസി വിഭാഗത്തിൽ ഉന്നമനമുണ്ടാകണമെങ്കിൽ ഉന്നത കുലജാതർ ഇടപെടണം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടേതാണ് ഈ പ്രസ്താവന. ഈ ഉന്നത കുലജാതർ എന്നാൽ ആരാണ്? എന്താണ് അവരുടെ പ്രത്യേകത? അവർ കാണാൻ എങ്ങനെയിരിക്കും? ഗോത്രകാര്യ വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്നാണ് സുരേഷ് ഗോപി ഏറ്റവും ഒടുവിലായി നടത്തിയ വിവാദ പരാമർശം. ബ്രാഹ്മണനോ നായിഡുവോ ആ വകുപ്പ് കൈകാര്യം ചെയ്താൽ മാത്രമേ ആദിവാസികളുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, മനുഷ്യന്റെ മതം എന്താണ്? അല്ലെങ്കിൽ മനുഷ്യന് വേണ്ട മതം ഏതാണ്? മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഭരണ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിലെ അപക്വത ചൂണ്ടിക്കാട്ടേണ്ടതല്ലേ? ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ജാതിയുടെ പേരിൽ ഒരു വിവാദ പരാമർശം ഉടലെടുക്കുന്നത്. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടെല്ലാം വളരെ പരുഷമായ രീതിയിലായിരുന്നു പ്രതികരണം. അതിനിടെയാണ് താൻ ഉന്നത കുലജാതനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന വീണ്ടും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഗോത്രകാര്യ വകുപ്പിൽ ഒരു ഉന്നത കുലജാതൻ മന്ത്രിയായി ഇല്ലാതിരുന്നതിനാൽ ആ വിഭാഗത്തിന് നേട്ടമുണ്ടായില്ല എന്ന് തന്നെ വിചാരിക്കാം. വേറെയുണ്ടല്ലോ വകുപ്പുകൾ. കേരളം കേന്ദ്രത്തോട് പ്രധാനമായും ആവശ്യപ്പെട്ടത് വയനാട് പുനരധിവാസത്തിനുള്ള ഫണ്ടായിരുന്നു. അതിനായൊന്നും അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പ്രതിപാദിക്കുക പോലും ഉണ്ടായില്ല. 2047 വികസിത ഭാരതം എന്നാണ് ബജറ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു. അപ്പോഴും ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യ അടയാളപ്പെടുത്താൻ കെൽപ്പുള്ള വിഴിഞ്ഞം തുറമുഖത്തിനും അവഗണന മാത്രമായിരുന്നു. ദേവസ്വം വകുപ്പിനും ടൂറിസത്തിനും സിനിമാ തൊഴിൽ, അങ്ങനെ തഴയപ്പെട്ട മേഖലകൾ ഒരുപാടുണ്ട്. അഭിപ്രായങ്ങളും നിലപാടുകളും പല മനുഷ്യർക്കും പല രീതിയിലായിരിക്കും. പക്ഷേ തെറ്റായ സന്ദേശം കൊടുക്കുന്ന പ്രസ്താവനകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുമ്പോൾ അവ വിമർശിക്കപ്പെടേണ്ടേ?